ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. ഒരു ലോജിക്കില്ല പടത്തിന്, അത്രേ പറയാനുള്ളൂ. ഒട്ടും ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് രാജേട്ടൻ? രാജുവേട്ടൻ ഒരു സൂപ്പർ ഹ്യൂമൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പവറൊന്നും ഇല്ല, അടിച്ച ആൾക്കാരൊന്നും തെറിച്ചുണ്ടാവും. പക്ഷെ ഒരു 100 ആൾക്കാരൊക്കെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരു സാധാരണക്കാരെ അടിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പടം മൊത്തത്തിൽ കഥയൊന്നുമില്ല, സ്റ്റോറി ഒന്നുമില്ല. സ്റ്റോറി തന്നെ ഒരു അവിയൽ പോലെ ഉണ്ട്, അത്രേ പറയാൻ പറ്റും. അതായിട്ട് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞ മണി ലോണ്ടറിങ് പോലെ ഉണ്ട് കേട്ടോ. സത്യമായിട്ട് എന്തിനാണ് പറഞ്ഞത്? സമയം പോയി, അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. 3 മണിക്കൂർ നല്ല ലാഗ് ഉണ്ട്. ഇന്റർവെൽ ടൈം ആകുമ്പോ നമ്മൾ വിചാരിക്കും പടം ഇപ്പൊ തീരും, ഇപ്പൊ ഇന്റർവെൽ ആവും. ഒരിക്കലും ആവൂല കേട്ടോ, നല്ല ടൈം എടുത്തിട്ടുണ്ട്. നോബഡിയായി പോയി, ആരും ഇല്ലാത്ത അവസ്ഥയിൽ പടം തോന്നിയത്. കാരണം ട്രെയിലർ കണ്ട് വിലയിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. കാരണം ഈ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിനനുസരിച്ചുള്ള അതില്ല. ഒരു ആവറേജ് എന്താണ് അഭിനയം എനിക്ക് തോന്നിയത്. ലോജിക്കില്ലായ്മയാണോ? ഡാർവിന്റെ പരിണാമത്തിന്റെ വേറൊരു വിഷയം അവർ ചെയ്യാൻ പോകും. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുപോകും, സെക്കൻഡ് ഹാഫ് നമ്മൾ മൊത്തം കയ്യിൽ പോകും. ആക്ഷൻസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ഞാൻ പറഞ്ഞു എല്ലാം ഉണ്ട് പടത്തിൽ. ഇസ്ലാം ബഷീറിന്റെ ഒരു സെറ്റപ്പിൽ കൊണ്ടുവന്നു പടത്തിൽ ആ ഒരു ഇല്ല. ഒഷാക്ക് വെച്ചൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ട്രെയിലറിന് കിട്ടിയ അയിമ വെച്ച് നോക്കുമ്പോഴത്തേക്കും പടത്തിൽ തീർത്ത നിരാശ മാത്രമേ ഉള്ളൂ. നല്ലൊരു ഇമോഷണൽ നല്ല മൂവി, വളരെ നല്ല മൂവി എന്ന് പറയുമ്പോൾ പുള്ളി നമുക്ക് യാതൊരു ആഗ്രഹമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. ഇത് വേണമെങ്കിൽ സിനിമയുടെ ലെങ്ത് കുറയ്ക്കായിരുന്നു. പിന്നെ ഒരു ഇമോഷണൽ ത്രില്ലർ, ആ ഒരു പഴയ പാർവതി പൃഥ്വിരാജ് കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു നല്ലൊരു ജോഡിയാണ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്പം കൂടെ അഭിനയിച്ചവരെല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സസ്പെൻസ് ട്വിസ്റ്റ് ഒന്നും അങ്ങനത്തെ ഒന്നും നമ്മളെ പ്രതീക്ഷിച്ചൊന്നും കയറരുത്, പക്ഷെ നല്ലൊരു ത്രില്ലർ പ്രതീക്ഷിച്ച് കയറാൻ നല്ല മൂവിയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഒക്കെയാണ് ഇതിന്റെ ലൊക്കേഷൻ സംഭവങ്ങൾ പറയുമ്പോൾ ഈ നിശാം ബഷീർ റോഷോക്ക് എടുത്തൊരു മത്സരമാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ആ ഒരു സിഗ്നേച്ചർ കിട്ടിയായിരുന്നു. പക്ഷെ വളരെ നല്ലൊരു മൂവി ആയിട്ടാണ് ആയിട്ടില്ല. കാരണം യാതൊരു ബോറിംഗ് ഒന്നും അല്ലാത്ത രീതിയിൽ നല്ലൊരു ഇമോഷണൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പ്രതീക്ഷകളൊന്നും ചെയ്യാറില്ല, പക്ഷെ നല്ല മൂവി, നല്ല സിനിമ, നല്ലൊരു ഇമോഷണൽ ത്രില്ലർ നല്ല മൂവി, വളരെ നല്ല മൂവി എന്ന് പറയുമ്പോൾ പുള്ളി നമുക്ക് യാതൊരു ആഗ്രഹമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. ഇത് വേണമെങ്കിൽ സിനിമയുടെ ലെങ്ത് കുറയ്ക്കായിരുന്നു. പിന്നെ ഒരു ഇമോഷണൽ ത്രില്ലർ, ആ ഒരു പഴയ പാർവതി പൃഥ്വിരാജ് കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു നല്ലൊരു ജോഡിയാണ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്പം കൂടെ അഭിനയിച്ചവരെല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സസ്പെൻസ് ട്വിസ്റ്റ് ഒന്നും അങ്ങനത്തെ ഒന്നും നമ്മളെ പ്രതീക്ഷിച്ചൊന്നും കയറരുത്, പക്ഷെ നല്ലൊരു ത്രില്ലർ പ്രതീക്ഷിച്ച് കയറാൻ നല്ല മൂവിയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഒക്കെയാണ് ഇതിന്റെ ലൊക്കേഷൻ സംഭവങ്ങൾ പറയുമ്പോൾ ഈ നിശാം ബഷീർ റോഷോക്ക് എടുത്തൊരു മത്സരമാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ആ ഒരു സിഗ്നേച്ചർ കിട്ടിയായിരുന്നു. പക്ഷെ വളരെ നല്ലൊരു മൂവി ആയിട്ടാണ് ആയിട്ടില്ല. കാരണം യാതൊരു ബോറിംഗ് ഒന്നും അല്ലാത്ത രീതിയിൽ നല്ലൊരു ഇമോഷണൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പ്രതീക്ഷകളൊന്നും ചെയ്യാറില്ല, പക്ഷെ നല്ല മൂവി. എങ്ങനെ ഉണ്ടായിരുന്നു? റോഷോക്കിനെ തോപ്പിക്കും ആദ്യം അങ്ങനെ ചോദിക്കാം. കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കുറച്ച് ഡൗൺ ആണ്, അതായത് ഒരു സാധാരണ കുറച്ച് പാടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് വളരെ സൂപ്പറായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫീൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പടം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടത്? കമ്പയർ ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല.